കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനും പങ്കെന്ന് മാതാവിന്റെ പരാതി. മനം നൊന്താണ് അനീഷ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ അനൂപും ആരോപിക്കുന്നു. അനീഷയുടെ സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. മകൾ ഓഫീസിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് അനീഷയുടെ മാതാവ് 24-നോട് പറഞ്ഞു. മുമ്പേ പറയുമായിരുന്നു, എനിക്ക് അവിടെ കോടതിയിൽ വലിയ പ്രശ്നങ്ങളാണ്, ഒരു സന്തോഷമില്ല, ഒരുപാട് ജോലിയും ചെയ്യണം, അപ്പുറത്തെ കോടതിയിലെ ജോലിയും കൂടെ ഏറ്റെടുത്ത് അതും കൂടി ചെയ്യേണ്ടി വരുന്നു. DDP വിളിച്ചു വരുത്തി മകളെ ആക്ഷേപിച്ചു. ഇത് മകൾക്ക് വിഷമമുണ്ടാക്കി. ഒരു ദിവസം അവള് അയാളെ മുറി പൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തെന്നും പറയുന്നു. മുറി പൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അത് DDPക്ക് ഭയങ്കര ദേഷ്യമായി എന്നൊക്കെ പറഞ്ഞു. അവളെ ഒരുപാട് ആക്ഷേപിച്ചെന്നാണ് പറഞ്ഞത്. മനം നൊന്താണ് സഹോദരി ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ അനൂപ്. കൂടെയുള്ള കക്ഷിയുടെ കലീഗായിട്ടുള്ള സബോർഡിനേറ്റ്സ്, കക്ഷിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ഓഫീസേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് ഓഫീസേഴ്സ് കയ്യിൽ നിന്നും ഒരു മാനസികമായ ഒരു കോർണറിങ് ചെയ്ത് കക്ഷിയെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുകയുണ്ടായി. ആരോഗ്യ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അനീഷ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സഹോദരൻ പറയുന്നു. അരുൺരാജ്, 24, കൊല്ലം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺരാജ് തത്സമയം കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് അനീഷയുടെ വീട്ടിലാണ്. അനീഷയുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവർ ഈ മരണത്തിന്റെ പൂർണ്ണമായ വേദനയിലായിരുന്നു. കാരണം ഈ ആരോപണ വിധേയരായി പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം തന്നെ വലിയ തോതിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് തന്നെ പല കാര്യങ്ങൾ പറയാനുണ്ടാകും. അമ്മേ, അനീഷ ഈ വീട്ടിലേക്ക് 19-ാം തീയതി വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിഷമിച്ചാണ് വന്നത്. വിഷമിക്കാനുണ്ടായ കാരണം അത് എപ്പോഴൊക്കെയായിരുന്നു, ആരുടെ ഭാഗത്തു നിന്നാണ് ഈ മകൾക്ക് ഹരാസ്മെന്റ് ഉണ്ടായത്? കൊല്ലത്തുള്ള DDPയുടെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ആ DDP അന്ന് ഒരുപാട് ആക്ഷേപിക്കുകയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അന്നത്തെ ദിവസമാണ് അവള് തീർത്തും തകർന്നു പോയത്. ആ ഒരു പ്രശ്നമാണ് ഇത്രയും അവൾക്ക് വിഷമമുണ്ടാക്കിയത്. അതിന് കുറേ നാൾ മുമ്പേ ഇതുപോലെ ഇങ്ങനെ അവിടെ വലിയ പ്രശ്നമാണ്, ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അടുത്ത കോടതിയിലെ ജോലി ഞാൻ തന്നെയാണ്, അവരെയൊക്കെ ലീവ് എടുക്കാതെ മുങ്ങുന്നവരാണ് എന്നൊക്കെ എന്നോട് ഒന്ന് പറയുമായിരുന്നു. പക്ഷേ കൊല്ലത്ത് ആ DDP 19-ാം തീയതി വിളിച്ചാണ് അവളെ ഇത്രയും ദ്രോഹിച്ചത്. DDP മാത്രമാണോ? DDP മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. വേറെ ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ട്, അവരൊരു സെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അനീഷ എപ്പോഴെങ്കിലും ഇക്കാര്യങ്ങൾ തുറന്നെപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഈ DDP കുറേ ആൾക്കാരും ഉണ്ട്, അതിൽ അപ്പുറത്തെ കോടതി ഇരിക്കുന്ന ശ്യാമും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു സെറ്റാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ചത്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർ മുങ്ങി നടക്കും എന്നാണ് അവൾ പറയുന്നത്. ജോലി ചെയ്യാൻ വയ്യാതെ അവർ ഓരോ ആഘോഷങ്ങൾക്കും അതിനും അവിടെ എവിടെയും വിസിറ്റിങ്ങിനും ഒക്കെ പോകും. ഇപ്പൊ ഈ ഇതിൽ മരണം നടന്നത് പോലീസ് അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചു. ഈ അന്വേഷണത്തിലടക്കം ഈ ആരോപണ വിധേയരായ ആൾക്കാർക്കെതിരെ ഒന്നും തന്നെ ഇതൊരു നടപടി ഉണ്ടായില്ല. ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്ക നിലവിൽ കുടുംബത്തിനുണ്ടോ? കേസ് എന്തായി വരും, എങ്ങനെയായി വരും എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കൊച്ചിന് നീതി കിട്ടണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇങ്ങനെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചവർക്ക് അതിന് ശിക്ഷ കിട്ടണം. അവർക്ക് ഈ ഇതുപോലെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത്. എൻ്റെ കൊച്ചിന് നീതി കിട്ടണം, ശിക്ഷ. അവർക്ക് എൻ്റെ കൊച്ചിനെ ഇത്രയും ദ്രോഹിച്ച് ഞങ്ങൾക്കില്ലാതാക്കിയത് അവർക്ക് അതിൻ്റെ ഫലം കൊടുക്കണം. അനീഷയുടെ സഹോദരൻ അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പെങ്ങൾ പലതവണ ഈ കാര്യങ്ങളടക്കം വീട്ടിൽ പറഞ്ഞതാണ്. അപ്പോഴൊക്കെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ DDP അടക്കമുള്ള ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് പരാതി എന്തെങ്കിലും നൽകിയിരുന്നു? ഈ കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പോലീസ് സിൻസിയറായിട്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു.
ഇപ്പോഴും ഈ കുടുംബം അതിന്റെ വേദനയിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടല്ല. കാരണം അനീഷയെ സംബന്ധിച്ച് വീട്ടിൽ വളരെ സജീവമായി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. വലിയ മാനസിക സമ്മർദ്ദം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അനീഷയ്ക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കുടുംബം. SK. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസിൻ്റെ ദുരൂഹതകൾ മാറ്റാൻ കുറ്റാന്വേഷണ വിദഗ്ധരുള്ള നമ്മുടെ പോലീസ് സംവിധാനം തയ്യാറാകണമെന്നാണ് 24-ന് പറയാനുള്ളത്.